ഒടുവിൽ 9ാം നാളിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ദുർഗിൽ കണ്ടത് ക്രെഡിറ്റിനു വേണ്ടിയുള്ള നെട്ടോട്ടം. ഇല്ലാത്ത മതപരിവർത്തന കുറ്റം ചുമത്തി ജയിലിലിട്ടത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. അതും പോരാഞ്ഞ് മനുഷ്യക്കടത്ത് കുറ്റവും കൂട്ടിച്ചേർത്തത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. സെഷൻസ് കോടതിയിൽ നിന്ന് NIA കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ജാമ്യം കൊടുക്കരുത് എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന് പിന്തുണ നൽകുന്ന ബജ്രംഗ് ദൾ. ഗുരുതര കുറ്റമെന്ന് ആരോപിച്ചത് BJPയുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ഇന്നുപോലും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചത് ഛത്തീസ്ഗഡിലെ BJP. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കെതിരെ നിലപാടെടുക്കുന്നത് കേരളത്തിലെയും സംഘപരിവാറിന്റെ സംഘങ്ങൾ. അറസ്റ്റ് ചെയ്തതും നിങ്ങൾ, ജാമ്യം നിഷേധിച്ചതും നിങ്ങൾ, ഒടുവിൽ ജാമ്യം കിട്ടിയപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ഓടി വരുന്നതും നിങ്ങൾ. ലജ്ജയില്ലേ ക്രെഡിറ്റ് എടുക്കാൻ എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിനെ കണ്ടു, അവര് നന്ദി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ BJPയുടെ ഭാഗമായി? ഞാൻ ക്രെഡിറ്റ് എടുത്തോ? ഞാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങളോട് 5-6 ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. അല്ല, എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. ജയിലിലിട്ടതും അറസ്റ്റ് ചെയ്തതും എല്ലാം BJP സർക്കാർ തന്നെയല്ലേ? BJP തന്നെയല്ലേ? അവർ ചോദിക്കുകയാണ്.